സൈബർ അതിക്രമം നേരിടുന്നുവെന്ന CPIM നേതാവ് KJ ഷൈനിന്റെ പരാതിയിൽ നടപടി ആരംഭിച്ച് പോലീസ്. KJ ഷൈനിന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുകയാണ്. നിതിൻ അഭിജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, അതിവേഗം നടപടിയിലേക്ക് കടക്കുകയാണ്. ഏത് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ ചുമതല? ഗൂഗിൾ മുഖ്യമന്ത്രിക്കും DGPക്കും ഇന്നലെയാണ് KJ ഷൈൻ പരാതി നൽകിയത്. സമൂഹ മാധ്യമങ്ങളിൽ അതിരൂക്ഷമായ നിലയിലാണ് സൈബർ ആക്രമണം നേരിടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആലുവ റൂറൽ പോലീസിന് ഈ പരാതി കൈമാറുകയും പിന്നീട് ഇപ്പോൾ സൈബർ സെൽ സംഘം ഇവിടെ എത്തിയപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നത്. ഈ KJ ഷൈന്റെ വസതിയിൽ അന്വേഷണ സംഘം എത്തിയപ്പോൾ മൊഴി രേഖപ്പെടുത്തുകയാണ്. ഒരു വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. വടക്കൻ പറവൂർ പോലീസും ഇവിടെ സ്ഥലത്തുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഈ പ്രചരണം അയച്ചുവിട്ട സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഓരോന്നും ഇന്നലെ തന്നെ KJ ഷൈൻ ശേഖരിച്ചു വെച്ചിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഏതാണ്ട് 3 അംഗ സംഘമാണ് ഇപ്പോൾ വടക്കൻ പറവൂരിലെ KJ ഷൈന്റെ വീട്ടിലെത്തി ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നത്. നേരത്തെ ഗൂഗിൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ വേഗത്തിൽ തന്നെ പോലീസ് തുടർ നടപടിയിലേക്ക് കടന്നിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ മൊഴി രേഖപ്പെടുത്തുന്നതും. അതോടൊപ്പം തന്നെ ഈ പരാതികളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പരാതികൾ KJ ഷൈൻ ശേഖരിച്ച ചില ലിങ്കുകളുണ്ട്. ആ ലിങ്കുകളടക്കം തന്നെ ഇപ്പോൾ പോലീസിനെ എന്തായാലും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതടക്കമുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്തായാലും KJ ഷൈൻ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നതോടൊപ്പം തന്നെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് തന്നെയാണ് ഇത് ആദ്യം ഈ പ്രചരണം അഴിച്ചുവിട്ടത്. അതിൽ ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയിൽ നിന്നാണ് ഇത് ആദ്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ബോംബ് പൊട്ടുമെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാവ് തന്നോട് പറഞ്ഞിരുന്നു. ഇതിന്റെ തുടർച്ചയായി തന്നെയാണ് ഈ ഒരു സമൂഹ മാധ്യമങ്ങളിലെ ഈ ഒരു ആക്രമണം എന്നാണ് ഇപ്പോൾ KJ ഷൈൻ വ്യക്തമാക്കുന്നത്. എന്തെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഇതിൽ പോലീസിന്റെ നിലപാട് ഇപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഈ പരാതികൾ മുന്നോട്ട് പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരികയുള്ളൂ. എന്തായാലും വൈകാതെ തന്നെ ഇതിൽ KJ ഷൈന്റെ പരാതിയിൽ ഒരു കേസ് എടുക്കുമെന്ന് പരാതിയും പ്രതികരണവും ഒക്കെ വന്നതിന് പിന്നാലെ പലരും ഈ പോസ്റ്റുകൾ പിൻവലിച്ചിരുന്നു. പക്ഷേ പത്രത്തിലടക്കം അച്ചടിച്ചു വന്ന ആരോപണമുണ്ട്. ഇക്കാര്യത്തിലൊക്കെ നിയമ നടപടിയിലേക്ക് പോകുമെന്നാണ് KJ ഷൈനും ഒപ്പം K ഉണ്ണികൃഷ്ണൻ MLA പ്രതികരിച്ചത്. ഏതായാലും അതിന് തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ്. നിതിൻ അംബുജനാണ് KJ ഷൈന്റെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.